ഈ കഴിഞ്ഞ CPO എക്സാമിന് വന്നൊരു ചോദ്യമാണ്. ISRO ഈയിടെ വിക്ഷേപിച്ച ഇൻസാറ്റ് 3DS ഏത് തരത്തിലുള്ള ഉപഗ്രഹമാണ്? ഇതായിരുന്നു ചോദ്യം. നമുക്ക് 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഭൂസ്ഥിര ഉപഗ്രഹം, കാലാവസ്ഥ ഉപഗ്രഹം, ഭൗമ നിരീക്ഷണ ഉപഗ്രഹം, ആശയവിനിമയ ഉപഗ്രഹം. ഇതിന്റെ ആൻസർ എന്താണ് വരുന്നത്? ഇൻസാറ്റ് 3DS എന്ത് തരം ഉപഗ്രഹമാണ്? ആൻസർ അറിയോ? എന്താണ്? ഓപ്ഷൻ ബി ആണ് അല്ലെ, കാലാവസ്ഥ ഉപഗ്രഹമാണ്. അപ്പോൾ ഇനി വരുന്ന എക്സാംസിന് നമുക്ക് ഇൻസാറ്റ് 3DS ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ പഠിക്കാം. കാരണം എന്താണെന്ന് വെച്ചാൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. കണക്റ്റഡ് ഫാക്ട്സ് എക്സാമിന് ചോദിക്കുന്നത് പതിവാണ്. അതുകൊണ്ട് തന്നെ ഇൻസാറ്റ് 3DS നമ്മൾ ഓർത്തിരിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇന്ത്യയുടെ കാലാവസ്ഥ നിരീക്ഷണ ഉപഗ്രഹം ഇൻസാറ്റ് 3DS വിക്ഷേപിച്ചതെന്ന് വരുന്ന എക്സാമിൽ നമുക്ക് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാലോ. ആൻസർ എന്താണ്? 2024 ഫെബ്രുവരി 17 കേട്ടോ. 2024 ഫെബ്രുവരി 17 അറിഞ്ഞിരിക്കുക. 2024 ഫെബ്രുവരി 17 ഇൻസാറ്റ് 3DS വിക്ഷേപിക്കുന്നത്. അപ്പൊ ഡേറ്റ് മറക്കരുത്, ഫെബ്രുവരി 17 ഫെബ്രുവരി 17, 2024. ഇനി വിക്ഷേപണം നടന്നത് എവിടെ വെച്ചാണെന്ന് ചോദിക്കുകയാണെങ്കിലോ, ഇൻസാറ്റ് 3DS വിക്ഷേപണം നടന്നത് എവിടെ വെച്ചാന്ന് ചോദിക്കുകയാണെങ്കിലോ, അതിന്റെ ഉത്തരം എന്താണ്? സതീഷ് ധവാൻ സ്പേസ് സെന്റർ. സതീഷ് ധവാൻ സ്പേസ് സെന്റർ, ശ്രീഹരിക്കോട്ട, ആന്ധ്രാപ്രദേശ്. അപ്പൊ വിക്ഷേപിച്ച ഡേറ്റ് നമ്മൾ പറഞ്ഞു 2024 ഫെബ്രുവരി 17. എവിടെ നിന്നാണ് വിക്ഷേപിച്ചത് എന്ന് ചോദിക്കുകയാണെങ്കിൽ എവിടെ നിന്നാണ്? സതീഷ് ധവാൻ സ്പേസ് സെന്റർ, ശ്രീഹരിക്കോട്ട, ആന്ധ്രാപ്രദേശ് എന്നുള്ളത് അറിഞ്ഞിരിക്കുക. ഇനി ഇതെന്താണ് ലക്ഷ്യം വെക്കുന്നത്? കാലാവസ്ഥ ഉപഗ്രഹമാണ്. എന്നാണ് വിക്ഷേപിച്ചത്, എവിടെ നിന്നാണ് വിക്ഷേപിച്ചത് എന്നുള്ള കാര്യമൊക്കെ നമ്മൾ പറഞ്ഞു. ഇതിന്റെ ലക്ഷ്യം എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ ലക്ഷ്യങ്ങൾ നമുക്ക് നോക്കാം. കാലാവസ്ഥ, സമുദ്ര സാഹചര്യങ്ങൾ തുടങ്ങിയവ നിരീക്ഷിച്ച് വിവരം കൈമാറുകയാണ് ദൗത്യം. പ്രകൃതി ദുരന്തങ്ങൾ മുൻകൂട്ടി കാണാനും ഇതിന് ശേഷിയുണ്ടെന്ന് പറയുന്നപ്പോ കാലാവസ്ഥ, സമുദ്ര സാഹചര്യങ്ങൾ തുടങ്ങിയവ നിരീക്ഷിച്ച് വിവരം കൈമാറുകയാണ് ദൗത്യം. അതുപോലെ തന്നെ പ്രകൃതി ദുരന്തങ്ങൾ മുൻകൂട്ടി കാണാനും ഇതിന് ശേഷിയുണ്ട് എന്നുള്ളൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. ഇനി ഇത് ഏതൊക്കെ ദൗത്യങ്ങളുടെ തുടർച്ചയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഇതൊക്കെ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഏതൊക്കെ ദൗത്യങ്ങളുടെ തുടർച്ചയാണ് ഇൻസാറ്റ് 3DS എന്ന് ചോദിക്കുകയാണെങ്കിൽ 2013 ജൂലൈ 25 വിക്ഷേപിച്ച ഇൻസാറ്റ് 3D, അതുപോലെ 2016 സെപ്റ്റംബർ 8 വിക്ഷേപിച്ച ഇൻസാറ്റ് 3DR എന്നിവയുടെ തുടർച്ചയാണ് അത്യാധുനിക ഉപഗ്രഹമായ ഇൻസാറ്റ് 3DS എന്ന് പറയുന്നത്. അപ്പൊ ഇതൊക്കെ നമുക്ക് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് എക്സ്പെക്ട് ചെയ്യാവുന്ന കാര്യങ്ങളാണ്. അപ്പൊ എന്തിന്റെയൊക്കെ തുടർച്ചയാണ്? 2013 ജൂലൈ 25 വിക്ഷേപിച്ച ഇൻസാറ്റ് 3D, അതുപോലെ 2016 സെപ്റ്റംബർ 8 വിക്ഷേപിച്ച ഇൻസാറ്റ് 3DR എന്നിവയുടെ തുടർച്ചയാണ് അത്യാധുനിക ഉപഗ്രഹമായ ഇൻസാറ്റ് 3DS എന്ന് പറയുന്നുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ, ഇതിന്റെ പേലോഡുകൾ എന്തൊക്കെയാണ്? അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം അല്ലെ. ഇതിന്റെ പേലോഡുകൾ ഏതൊക്കെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഇതൊക്കെ നമുക്ക് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വരാൻ ചാൻസ് വളരെ കൂടുതലാണ്. ഇതിന്റെ പേലോഡുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഇതിന്റെ 3 പേലോഡുകളാണുള്ളത്. 3 പേലോഡുകളാണുള്ളത്. ഏതൊക്കെയാണ്? മെറ്റീരിയോളജിക്കൽ ഇമേജർ ആൻഡ് സൗണ്ടർ, ഡേറ്റ റിലേ ട്രാൻസ്പോണ്ടർ, അതുപോലെ സാറ്റലൈറ്റ് എയ്ഡഡ് സെർച്ച് ആൻഡ് റെസ്ക്യൂ. അപ്പോൾ 3 പേലോഡുകളാണ് ഇതിനുള്ളത് എന്നുള്ളത് അറിഞ്ഞിരിക്കുക. ഏതൊക്കെയാണ്? മെറ്റീരിയോളജിക്കൽ ഇമേജർ ആൻഡ് സൗണ്ടർ, ഡേറ്റ റിലേ ട്രാൻസ്പോണ്ടർ, സാറ്റലൈറ്റ് എയ്ഡഡ് സെർച്ച് ആൻഡ് റെസ്ക്യൂ എന്നുള്ളത് അറിഞ്ഞിരിക്കുക. ഇനി ഇതിന്റെ വിക്ഷേപണ വാഹനം ചോദിക്കുകയാണെങ്കിലോ, വിക്ഷേപണ വാഹനം GSLV F-14 ആണ്. GSLV ജിയോ സിങ്ക്രണസ് സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ ആണ് GSLV. ഇതിന്റെ മറ്റൊരു നാമം അല്ലെങ്കിൽ ഇതിന്റെ അപരനാമം അല്ലെങ്കിൽ നിക് നെയിം എന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ അത് നോട്ടി ബോയ് ആണ് കേട്ടോ. നോട്ടി ബോയ് എന്നുള്ള അറിഞ്ഞിരിക്കുക. ഇപ്പൊ കാലാവസ്ഥാ നിരീക്ഷണം, വാർത്താവിനിമയം, ടെലിവിഷൻ സംപ്രേഷണം തുടങ്ങിയ ആവശ്യങ്ങൾക്കായി ഇന്ത്യ വികസിപ്പിച്ച ഇന്ത്യൻ നാഷണൽ സാറ്റലൈറ്റ് ശ്രേണിയിലെ ഏറ്റവും പുതിയ ഉപഗ്രഹമാണ് ഇത് എന്നുള്ളതും അറിഞ്ഞിരിക്കാം. അപ്പൊ വാഹനം ചോദിക്കുകയാണെങ്കിൽ, വിക്ഷേപണ വാഹനം ചോദിക്കുകയാണെങ്കിൽ മറക്കരുത് എന്താണ്? GSLV F-14 എന്നുള്ളത് അറിഞ്ഞിരിക്കുക. അപ്പോൾ ഇത്രയും ഫാക്ട്സ് ആണ് നമ്മൾ ആ ഒരു ക്വസ്റ്റ്യനെ പറ്റി ഡിസ്കസ് ചെയ്യുന്നത്. ഇതുപോലെ നമ്മുടെ എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസും അതുപോലെ അതിന്റെ ഡീറ്റെയിൽഡ് ഫാക്ട്സ് നിങ്ങൾക്ക് അറിയണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്മുടെ അഡ 247 മലയാളത്തില് LDC സ്പെഷ്യൽ കറണ്ട് അഫയർ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ജോയിൻ ചെയ്ത് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ. എന്താണ്? ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക, അതിനുശേഷം സ്റ്റോറിൽ പോവാം,
സ്റ്റോറിൽ പോയി കഴിഞ്ഞാൽ കേരള PSC എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ LDC സ്പെഷ്യൽ കറണ്ട് അഫയർ ബാച്ച് എന്നൊരു ഫോൾഡർ കാണാനായിട്ട് സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ കൂപ്പൺസ് അവൈലബിൾ എന്ന് കാണിക്കും. അതിലുള്ള കൂപ്പൺ കോഡ് യൂസ് ചെയ്യുന്നതിന് പകരം Y670 എന്ന കൂപ്പൺ കോഡ് യൂസ് ചെയ്ത് അത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ മാക്സിമം ഡിസ്കൗണ്ടിൽ നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ ഇതിന്റെ ഈ ഒരു ക്ലാസ്സിന്റെ നോട്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക. അതിൽ കമ്മ്യൂണിറ്റി എന്നുള്ളൊരു ഓപ്ഷൻ കാണാം, അതിൽ എക്സ്പ്ലോർ ഗ്രൂപ്പ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം, അതിൽ സിൻഷിമിസ് ഫ്രീ PDF എന്നുള്ളൊരു ഫോൾഡർ കാണാം. അത് ഫോളോ ചെയ്യുകയാണെങ്കിൽ കറണ്ട് അഫയർ റിലേറ്റഡ് ആയിട്ട് നമ്മൾ യൂട്യൂബിൽ ചെയ്യുന്ന വീഡിയോസിന്റെ നോട്ട്സ് നിങ്ങൾക്ക് അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ ഡെയിലി കറണ്ട് അഫയർ അതിന്റെ വീക്ക്ലി റൗണ്ട് അപ്പ് നിങ്ങൾക്ക് അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യാനായിട്ട് സാധിക്കും. അത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. നമ്മുടെ ആപ്പിൽ ഫ്രീ കണ്ടന്റ് ഒരുപാട് അവൈലബിൾ ആണ്. അതൊക്കെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുന്ന പ്രതീക്ഷിക്കുന്നു. അതിനുവേണ്ടി ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാനും മറക്കരുത്. നമുക്ക് ആപ്പിൽ ഒരുപാട് കാര്യങ്ങൾ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുകയാണെങ്കിൽ അതിൽ ഒരുപാട് ക്യൂസുകളാണെങ്കിലും അതുപോലെ തന്നെ ഒരുപാട് കണ്ടന്റ് സ്റ്റഡി മെറ്റീരിയൽ മലയാളത്തിലും ഇംഗ്ലീഷിലും ഒക്കെ നിങ്ങൾക്ക് അതിൽ അവൈലബിൾ ആണ്, ഫ്രീ ആയിട്ട് അവൈലബിൾ ആണ്. അതൊക്കെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. ഓക്കെ അല്ലേ? ശരി, അപ്പോൾ അടുത്ത സെഷനായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്